മൂന്നാറിൽ നിയമപരമായ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരുമെന്ന് കാനം രാജേന്ദ്രൻ. റവന്യൂ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി ശാസിച്ചുവെന്ന വാർത്ത തെറ്റെന്നും കയ്യേറ്റം ഒഴിപ്പിക്കാൻ ജെസിബി വേണ്ട നിശ്ചയദാർഢ്യം മതിയെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഒഴിപ്പിക്കാൻ ഇപ്പോൾ എന്തിനാ ജെസിബി? അതിനൊന്നും ആവശ്യമില്ല. നല്ല നിശ്ചയദാർഢ്യം മതി. ജെസിബി എല്ലാവരും ഒഴിപ്പിക്കാം. ഏതാ അപ്രധാനമായത്? റവന്യൂ മന്ത്രി നേരത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഈ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. അതേ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി ശാസിക്കുന്ന സ്ഥിതിയാണ് ഇന്നലത്തെ യോഗത്തിലുണ്ടായിരിക്കുന്നത്. നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടില്ല. അല്ല, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിങ്ങൾക്ക് കിട്ടുന്ന വിവരം എല്ലാം ശരിയായിരിക്കണമെന്നില്ല. കേൾക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ അറിയുന്ന നിങ്ങൾ അറിയുന്ന വിവരം നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നുമില്ല. മൂന്നാറിൽ ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഇക്കാര്യത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. കയ്യേറ്റം യാതൊരു കാരണവശാലും അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനം. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത് നടത്തിയ യോഗത്തിന്റെ ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ ഗവൺമെന്റ് ആവശ്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കയ്യേറ്റക്കാരനെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരിൽ ഒരാളാണ് അവിടെ കയ്യേറി കുരിശു വെച്ചത്. അവരെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. പുതുതായി ഇന്നലെ വരികയോ ഇന്ന് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം. ഇടുക്കിയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച പാപ്പാത്തിച്ചോലയ്ക്ക് പോലീസ് സംരക്ഷണം. എഎസ്ഐയുടെ നേതൃത്വത്തിൽ 10 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചതായി ഇടുക്കി പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി. അതേസമയം പാപ്പാത്തിച്ചോലയിൽ ഇന്നലെ സ്ഥാപിച്ച മരക്കുരിശ് കാണാതായി. കുരിശ് സ്ഥാപിച്ച 2 സ്പിരിറ്റ് ഇൻ ജീസസ് പ്രവർത്തകർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. എം.കെ. മുനീറിനെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. വി.കെ. ഇബ്രാഹിം കുഞ്ഞിനെ നിയമസഭാ കക്ഷി ഉപനേതാവായും എം. ഉമ്മറിനെ വിപ്പായും തെരഞ്ഞെടുത്തു. മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗമാണ് ചുമതലകൾ നിശ്ചയിച്ചത്. രാവിലെ 9 മണിയോടെ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ നേതൃയോഗം തുടങ്ങി. പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഇ.ടി. മുഹമ്മദ് ബഷീർ, പി.വി. അബ്ദുൽ വഹാബ് എം.പി, കെ.പി.എ. മജീദ്, എം.കെ. മുനീർ തുടങ്ങിയ മുതിർന്ന നേതാക്കളും എം.എൽ.എമാരും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനിടയിൽ പാണക്കാട് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എം.എൽ.എമാരെ ഒറ്റയ്ക്ക് വിളിപ്പിച്ച് അഭിപ്രായങ്ങൾ കേട്ടു. തുടർന്നാണ് എം.കെ. മുനീറിനെ നിയമസഭാ കമ്മിറ്റിയുടെ ലീഡറായി പ്രഖ്യാപിച്ചത്. നിയമസഭാ പാർട്ടി ലീഡറായിക്കൊണ്ട് എം.കെ. മുനീർ, ഡെപ്യൂട്ടി ലീഡർ ഇബ്രാഹിം കുഞ്ഞ്, സെക്രട്ടറി ടി.എ. അഹമ്മദ് കബീർ, വിപ്പ് അഡ്വക്കേറ്റ് ഉമ്മർ, ട്രഷറർ കെ.എം. ഷാജി. ഇതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുൻ മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഡെപ്യൂട്ടി ലീഡറും ടി.എ. അഹമ്മദ് കബീർ സെക്രട്ടറിയും എം. ഉമ്മർ വിപ്പും കെ.എം. ഷാജി ട്രഷററുമായി യോഗം തെരഞ്ഞെടുത്തു. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താൻ വരുന്ന 13-ന് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി ചേരാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് സിപിഐഎം. ബംഗാളിൽ നിന്നും കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നാൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്ന് പാർട്ടി വ്യക്തമാക്കി. ഓഗസ്റ്റോടെ രാജ്യസഭാ എം പി കാലാവധി പൂർത്തിയാക്കുന്ന സീതാറാം യെച്ചൂരി വീണ്ടും മത്സരിക്കുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ബംഗാളിൽ നിന്നും ഒഴിവരുന്ന 6 രാജ്യസഭാ സീറ്റുകളിൽ 5 എണ്ണത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വിജയിക്കാനാകും. ഒരു സീറ്റിൽ കോൺഗ്രസ് സിപിഐഎമ്മിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചെന്നും ആ സീറ്റിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീണ്ടും രാജ്യസഭയിലെത്തുമെന്നുമായിരുന്നു വാർത്തകൾ. എന്നാൽ വാർത്ത പൂർണ്ണമായും നിഷേധിച്ച് നിലപാട് വ്യക്തമാക്കി സിപിഐഎം രംഗത്തെത്തി. വാർത്ത അടിസ്ഥാനരഹിതമാണ്. സിപിഐഎം ജനറൽ സെക്രട്ടറിക്ക് കോൺഗ്രസ് പിന്തുണ സ്വീകരിക്കേണ്ട സാഹചര്യമില്ലെന്നും പാർട്ടി അറിയിച്ചു. ബംഗാളിൽ കോൺഗ്രസ് സിപിഎം ബന്ധമുണ്ടാകുമെന്നും നേരത്തെ ചില മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിച്ചിരുന്നു. ദില്ലിയിൽ ചേർന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം തന്നെ ഇത്തരം ബന്ധങ്ങളില്ലെന്ന് വ്യക്തമാക്കിയതാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ നിർത്താനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചകൾ ദില്ലിയിൽ സജീവമാകുന്നു. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവർ പ്രാഥമിക ചർച്ചകൾ നടത്തി. സംയുക്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ജൂലൈ 25-ന് രാഷ്ട്രപതിയായുള്ള പ്രണബ് മുഖർജിയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റിനായുള്ള ചർച്ചകൾ സജീവമാകുന്നത്. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുണ്ടെങ്കിലും ഒറ്റയ്ക്ക് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് ബലം കുറവ്.
ഈ പശ്ചാത്തലത്തിൽ NDA സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നീങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. ഇരു മുന്നണികളിലുമില്ലാത്ത CPIM അടക്കമുള്ള ഇടതു പാർട്ടികൾ, BSP, സമാജ്വാദി, തൃണമൂൽ കോൺഗ്രസ്, AIADMK തുടങ്ങിയവരുടെ പിന്തുണ നിർണായകം. സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തുടക്കമിട്ട് കഴിഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി സോണിയാഗാന്ധി സംസാരിച്ചു. പൊതുസമ്മതനെ നിർത്തിയാൽ പിന്തുണയ്ക്കാം എന്ന നിലപാടിലാണ് CPIM. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും സോണിയാഗാന്ധിയെ കണ്ടു. രാജ്യസഭാ അംഗം ശരത് യാദവിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുക എന്ന ആലോചനയാണ് നിതീഷ് കുമാറിനുള്ളത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളും പലരെയും ഉയർത്തിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ ഏക അഭിപ്രായത്തിലെത്തണം. ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. RSS നേതാവ് മോഹൻ ഭഗവത് അടക്കമുള്ളവരുടെ പേരുകൾ വിവിധ സംഘപരിവാർ സംഘടനകൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഒരു പൊതുസമ്മതനെ നിർത്തിയാൽ NDAയുടെ രാഷ്ട്രപതി നീക്കങ്ങൾക്ക് അത് തടസ്സമാകും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നാളെ. പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ BJPക്ക് അനുകൂലമാണ്. എന്നാൽ വിമത സ്ഥാനാർത്ഥികൾ BJPക്ക് തലവേദന സൃഷ്ടിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ 96% മേഖലകളും ഉൾക്കൊള്ളുന്ന 3 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ്. 272 വാർഡുകളിലേക്ക് 2315 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നിലവിലെ ഭരണകക്ഷിയായ BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഏറ്റുമുട്ടുന്ന ത്രികോണ മത്സരമാണ് ഇത്തവണ. ആം ആദ്മി പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ യോഗേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്വരാജ് ഇന്ത്യയും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയ ആം ആദ്മി പാർട്ടി MCD തിരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. രജൌരി ഗാർഡൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതും ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തകർന്നടിഞ്ഞ കോൺഗ്രസിനും MCD തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. രജൌരി ഗാർഡൻ ഉപതെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്താനായത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 10 വർഷമായി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്ക് ഭരണവിരുദ്ധ വികാരം മറികടന്ന് അധികാരം നിലനിർത്താനാകുമെന്നാണ് പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ടൈംസ് നൗ VMR സർവേ ആകെയുള്ള 272 വാർഡുകളിൽ BJPക്ക് 195ഉം ആം ആദ്മി പാർട്ടിക്ക് 55ഉം കോൺഗ്രസിന് 15ഉം ഇടത്ത് വിജയം പ്രവചിക്കുന്നു. BJP 179, ആം ആദ്മി പാർട്ടി 45, കോൺഗ്രസ് 26 എന്നതാണ് ABP സി വോട്ടർ സർവേ ഫലം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർട്ടി ചിഹ്നമായ 2 ലഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈക്കൂലി നൽകാൻ ശ്രമിച്ച കേസിൽ TTV ദിനകരൻ അറസ്റ്റിലായേക്കും. ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ദില്ലി ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ദിനകരന് നോട്ടീസ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് അല്പസമയം മുമ്പാണ് ദിനകരൻ ദില്ലിയിലെത്തിയത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, TTV ദിനകരൻ അറസ്റ്റിലാകുമെന്നുള്ള സൂചനകളാണോ ലഭിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. ഇന്ന് രാവിലെ 9:45 ഫ്ലൈറ്റിലാണ് ദിനകരൻ ഡൽഹിയിലേക്ക് ചെന്നൈയിൽ നിന്ന് തിരിച്ചത്. അല്പസമയം മുമ്പ് അദ്ദേഹം ഡൽഹിയിലെത്തി. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഡൽഹി എയർപോർട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ മാത്രമാണ് ഹാജരായി എന്നതാണ്. പക്ഷേ ഡൽഹി പോലീസിന്റെ നീക്കമനുസരിച്ച് ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം ദിനകരനെ അറസ്റ്റ് ചെയ്യും എന്നതാണ്. എയർപോർട്ടിൽ തന്നെ ഡൽഹി പോലീസ് പല സ്ഥലങ്ങളിലും പോലീസിനെ വിന്യസിക്കുകയൊക്കെ ചെയ്തിരുന്നു. ദിനകരന്റെ യാത്രാ രേഖകളുടെ വിശദാംശങ്ങൾ തേടുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് ദിനകരനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ്. എന്തായാലും ഇന്ന് നേരത്തെ തന്നെ ഇതേ കേസിൽ പിടിയിലായ പ്രതിയുമായി ഒരുമിച്ചിരുത്തിയും ദിനകരനെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഡൽഹി പോലീസ് സംഘം അവിടെ ചെന്നൈയിലെത്തിയിരുന്നു. ദിനകരനെ കണ്ട് നോട്ടീസ് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിനകരൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദിനകരൻ അഭിഭാഷകരും ചില പാർട്ടിയുടെ നേതാക്കളും ദിനകരനോടൊപ്പമുണ്ട്. പക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് ദിനകരനെ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അഭിഭാഷകനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. ശരി, സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ. വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം മേഖലാ യോഗമാണ് ഇന്ന് നടക്കുന്നത്. ടെക്നോ പാർക്കിലെ പാർക്ക് സെന്ററിൽ വൈകിട്ട് 3-നാണ് യോഗം. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന യോഗത്തിൽ SIമാർ മുതലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പോലീസിനെതിരെയുള്ള വിമർശനങ്ങളും ചർച്ചയാവുന്ന യോഗത്തിൽ സർക്കാരിന്റെ പോലീസ് നയം മുഖ്യമന്ത്രി വിശദീകരിക്കും. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന താഴെത്തട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം സംസ്ഥാനത്ത് ആദ്യമായാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മേഖലകളിലും യോഗം നടക്കും.
സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴ കോഴിക്കോട് ബാലുശ്ശേരിയിലെ കോട്ടനടപ്പുഴയാണ് വരൾച്ചയിൽ വറ്റി വരളുന്നത്. ഒരു നാടിന്റെ മുഴുവൻ ജലസംഭരണിയായ മഞ്ഞപ്പുഴയുടെ ഭാഗമായി ഒഴുകുന്ന കോട്ടനടപ്പുഴയാണ് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടും വരൾച്ച ഈ പുഴയെ അപ്പാടെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ കോട്ടനടപ്പുഴ ഇന്നിവിടം പുഴയായി കാണാൻ സാധിക്കുകയില്ല. പുഴയ്ക്ക് പകരം ചെറിയ ഒഴുക്കുകൾ മാത്രം. വരൾച്ചാക്കാലത്ത് ബാലുശ്ശേരി നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുന്ന ഈ പുഴ മരണത്തിന്റെ വക്കിൽ കൂടിയാണ്. ഈ പുഴയിൽ വെള്ളമുള്ളപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ വെള്ളം വറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ പുഴയിലെ വെള്ളം ആശ്രയിച്ചാണ് തൊട്ടടുത്ത വയലിൽ കൃഷി നടത്തി വന്നിരുന്നത്. വെള്ളം വറ്റിയതോടെ കൃഷി പോലും ഇറക്കാൻ കഴിയാതെ ദുരിതത്തിൽ ആയിരിക്കുകയാണ് ഇവിടുത്തുകാർ. പുഴയെ സംരക്ഷിക്കാനുള്ള ശാശ്വത പരിഹാരത്തിനായി സർക്കാരിന് 8.25 കോടിയുടെ ഒരു പദ്ധതി പഞ്ചായത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രദേശത്തിന് വലിയ ആശ്വാസമാണ് അതുണ്ടാക്കുക. പുഴയെ സംരക്ഷിക്കാനായി ഉടൻ തന്നെ ഒരു തടയണ നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്നു തന്നെ വേണം പറയാൻ. ഒരു നാടിന്റെ മുഴുവൻ ജലസ്രോതസ്സായ പുഴയാണ് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നത്. വരൾച്ചയുടെ ഏറ്റവും ഭീകരമായ മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. അന്യം നിന്നുപോകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന കാസർകോട്ടെ ഗോത്രകലാരൂപമായ മംഗലം കളി വീണ്ടും സജീവമാകുന്നു. 60ഓളം പേർ അണിനിരുന്ന മംഗലം കളിക്ക് കാഞ്ഞങ്ങാട്ടെ രാവണേശ്വരം ഗ്രാമം കഴിഞ്ഞ ദിവസം സാക്ഷിയായി. ആദിവാസി വിഭാഗമായ മാവിലരുടെ കലാരൂപമാണ് മംഗലം കളി. കാഞ്ഞങ്ങാട്ടെ രാവണേശ്വരം അഴീക്കോടൻ ക്ലബിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഗോത്രകലാരൂപമായ മംഗലംകളി വീണ്ടും വേദിയിലെത്തിയത്. പരിശീലനം നേടിയ 60ഓളം പേർ ഒരുമിച്ച് അരങ്ങിലെത്തി. മലയാളം കലർന്ന തുളുവിലുള്ള ആദിവാസി പാട്ടിന്റെയും തുടിയുടെയും താളത്തിനൊത്ത് വിശാലമായ തറയിൽ സ്ത്രീകൾ ചൂടുവെച്ചു. ജന്മിവാഴ്ചയുടെ കാലത്ത് തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കൊപ്പം ജന്മിയെ പുകഴ്ത്തുന്ന ആശയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പാട്ടുകൾ. പ്രകൃതിയോടും പക്ഷികളോടും സംവദിക്കുന്ന രൂപത്തിലാണ് ഈ പാട്ടുകൾ അവതരിപ്പിച്ചത്. ഗോത്രവിഭാഗമായ മാവിലരാണ് മംഗലം കളി പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത്. മംഗളവേളകളിലാണ് ഈ കലാരൂപം പൊതുവെ അവതരിപ്പിക്കാറുള്ളത്. സ്കൂൾ യുവജനോത്സവത്തിൽ മത്സര ഇനമായും മംഗലം കളി ഉൾപ്പെടുത്തിയതിനാൽ അന്യം നിന്നു പോകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന ഈ ഗോത്രകലാരൂപം ഇപ്പോൾ പരിഗണനയുടെയും സംരക്ഷണത്തിന്റെയും ഭാഗമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.